നിമിഷം സൂപ്പറാണ്. ഒരു ഭാഷന്റെ സഹായം ഇല്ലാതെ എവിടെ വേണമെങ്കിൽ പോയിട്ട് കളിക്കാനുള്ള കപ്പാസിറ്റി. അപ്പൊ ഇനി വരുന്ന കാലഘട്ടത്തിലും ഇതുപോലെ ഒരുപാട് നിറയെ പെൺകുട്ടികൾ ഇറങ്ങട്ടെ. ആണും പെണ്ണൊക്കെ ആയിട്ട് ഒരുമിച്ച് കുട്ടികളായിട്ട് ഇങ്ങനെ കളിക്കട്ടെ. പെൺകുട്ടികൾ കളിക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗി കൂടാൻ. വേഷം വരച്ച് മുഖം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആണ് പെണ്ണൊന്നും കളിക്കും. എല്ലാവരും മേക്കപ്പെടുന്നൊക്കെ ഒരേപോലെ തന്നെയാണ്. കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം ഒരേപോലെ. അതിനകത്ത് അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ പറയണം പിന്നെ വ്യത്യാസം ഉണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ മുഖം കൂടി വെച്ചിട്ട് ഏതാണ് പെണ്ണ് ഏതാണ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ്. ഈ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പെയിന്റ് ഒക്കെ കളയാത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്. നമ്മള് ഡീസലോ മണ്ണെണ്ണയോ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ തീ പിടിച്ചത് വെയിലത്ത് പാടില്ല. കരിയോയിൽ നേരത്തെ പെട്ടാൽ പറഞ്ഞാൽ ഞാൻ പറയട്ടോ, എനിക്ക് മടിയൊന്നുമില്ല. അപ്പോൾ ഏതൊരു എല്ലാ മേഖലയിലേക്ക് നമ്മൾ കടന്നേ. പിന്നെ ജോലിയൊന്നുമില്ല. ഏത് ജോലിയാണോ അത് എടുക്കുന്നത് നല്ലപോലെ എടുക്കുക. സമയം 4-5 മണിക്കൂർ കളയണമെങ്കിൽ കുറച്ച് മറ്റേ കുറച്ച് സ്കിന്നൊന്ന് ചെറുതായിട്ടൊരു ഷോപ്പ് ഒക്കെ ആവും. പക്ഷെ നാളത്തേനും ഒക്കെ നമുക്ക് ഡെയിലി ഇല്ലല്ലോ. നമുക്ക് ഇതൊക്കെ ഓരോ വർഷങ്ങളിലും ഓണത്തിൻ്റെതായ ആ ഒരു സമയത്ത് നടക്കുന്ന സംഭവമാണ്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെ കുറച്ച് പ്രോഗ്രാമുകൾ കിട്ടുന്നുണ്ട്. നമ്മളത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് നമ്മൾ ചെയ്യും. നമുക്ക് വിട്ടു പോരാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ 3ാമത്തെ വർഷം വന്നു. പിന്നെ ആദ്യം നമ്മൾ അയ്യന്തോളിലാണ് പോയത്. അവിടെ നമ്മളെ ഇറക്കില്ല, ലേഡീസിനെ ഇറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പിന്നെ 3ാമത്തെ വർഷം നമ്മളെ അവർ ചേർത്ത് നിർത്തി. അതിന്റെ വീട്ടിൽ എനിക്കറിയില്ല. പേയ്മെന്റ് ഉണ്ട്. നമ്മൾ ചെയ്യുന്നതിനുള്ള അംഗീകാരം നമുക്ക് എല്ലാ ടീമുകാരും തരുന്നുണ്ട്. പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സർക്കാർ കുറച്ചൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മിനിസ്റ്റർ സുരേഷ് ഗോപി 1 ലക്ഷം വില കുറച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ എന്നാലും പ്രശ്നമാണ്. ഇവരെ എവിടേക്കോ ഒപ്പിച്ചിട്ട് കലാകാരന്മാർ ഒരിക്കലും സങ്കടപ്പെടുത്തുന്നില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇതിനോട് വല്ലാത്തൊരു ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെയിന്റിങ് മേടിക്കാനും ഒക്കെ ആയിട്ട് നല്ല ചിലവാണ്. ഇത് തലേദിവസം തന്നെ ഇതൊരു വലിയൊരു പ്രോസസ്സിംഗ് ആണ് ഈ പെയിന്റ് അരയ്ക്കുക എന്നുള്ളത്. ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വന്നിട്ടാണ് ഈ പെയിന്റ് അരയ്ക്കുന്നത്. അതൊരു ചടങ്ങാണ്. നോർമലി നമ്മൾ കലക്കണ പെയിന്റ് അല്ല, അരച്ചുണ്ടാക്കണ പെയിന്റാണ്. അപ്പം അതിന് നല്ല ചിലവാണ്. പിന്നെ ഈ സംഭവങ്ങൾ നമ്മൾ കെട്ടുന്ന അരമണി, പിന്നെ ഇത് ഡ്രസ്സ്, പിന്നെ മുഖംമൂടി, ഇതിനൊക്കെ നല്ല ചിലവാണ്. പിന്നെ ഫുഡ്, 2 നേരത്തെ ഫുഡ്, നൈറ്റ് ഫുഡ് വരുന്നുണ്ട്, വെള്ളം, അങ്ങനെ ഒരുപാട് ചിലവുകൾ. മേക്കപ്പ് ചെയ്തതിനു ശേഷം ഫുഡ് കഴിക്കാൻ എങ്ങനെയാ? വാരി തരണം. ഞാൻ വാരി തരാൻ വേണ്ടി ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കയ്യിലൊക്കെ പെയിന്റ് അടിച്ച് വരെ മടക്കാൻ പറ്റില്ല. അപ്പൊ ഉണങ്ങുന്നത് വരെ ഇങ്ങനെ നിൽക്കണം കൈ. അപ്പൊ ഇവിടെ നമ്മൾ കഷത്തിടില്ലല്ലോ. അപ്പൊ കഷ ഇങ്ങനെ ഇതാവും. അപ്പൊ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ മടക്കാൻ പറ്റും. അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോയി നിൽക്കുക. പിന്നെ വിശപ്പ് താപം നമുക്ക് ഉണ്ടാവില്ല. മേക്കപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പ് താവുന്നത്. പിന്നെ ഇത് നമ്മൾ തുള്ള എന്നുള്ളത് തന്നെയാണ് മെയിൻ. നമ്മളൊരു അരമണിക്കൂർ തകർത്തു, അടിച്ചു പൊളിച്ചു. എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലൊരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ ഹോട്ടലിലൊരു ഇനാഗുറേഷൻ ആയിരുന്നു. ഇപ്പൊ ഫറൂഖ് ഫറൂഖിലുണ്ട്. എവിടെ വേണം വിളിച്ചാൽ നമ്മളെ പുലി കളിക്കാൻ റെഡിയാണ്. തൃശ്ശൂരിന്റെ പെൺപുലി. അതെ.